ഡെഡിക്കേറ്റഡ് ആണ് ഈ വീഡിയോ. ആർക്കെന്നല്ലേ, ഞാൻ ഒരിക്കൽ ഒരുത്തൻ്റെ കാമപ്രാന്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു ലെവലുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് മെഴുകുന്ന പെണ്ണ്. അവക്ക് പിന്നെ അത് റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ മൊണ്ണകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ വീഡിയോ ആട്ടോ ഇത്. ഒരു കിളവൻ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ചിട്ട് ആ കിളവൻ വിളിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതിൻ്റെ കൂടെ വെക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും എൻ്റെ ഭാഗത്താണോ ശരി, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഭാഗത്താണോ ശരി, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കിളവന്മാരുടെ ഭാഗത്താണോ ശരി എന്നുള്ളത്. അയാൾക്ക് ഭാര്യയില്ല, കുട്ടികളും ഇല്ല, നാട്ടുകാരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരുമില്ല, നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി തീർക്കാൻ പറഞ്ഞു. ഇത്തരം കോളുകൾ എനിക്ക് വരാൻ കാരണം ചില തന്തക്ക് പറക്കാത്ത ആൾക്കാർ, അങ്ങനെ തന്നെ പറയണം, ചില തന്തക്ക് പറക്കാത്ത ആൾക്കാർ വേറെ ഏതോ പെണ്ണിൻ്റെ ഫോട്ടോയുടെ താഴെ എൻ്റെ നമ്പർ വെച്ചിട്ട് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കയപ്പ് മൂത്ത കിളവന്മാർ വിളിക്കുക. എന്നിട്ട് അവന്മാർ വിളിച്ചിട്ട് ഞാൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. അവരുടെ അമ്മ ചെയ്യുന്ന പണിയാണ് എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അപ്പം ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് എത്രമേൽ സത്യത്തെ തുറന്ന് കാണിച്ചാലും ഒരുത്തം പോലും എൻ്റെ ഭാഗം നിന്ന് സംസാരിക്കൂല. അത് നിൻ്റെ കയ്യിലിരിപ്പല്ലേടി എന്ന് ചോദിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നും കൂടി നിങ്ങൾ പറയാം. എൻ്റെ കയ്യിലിരിപ്പല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഒരു വരുമാന മാർഗം കണ്ടെത്തിയിട്ട് അതിൽ കൂടെ ജീവിച്ചതാണോ, അല്ലെ മതം ഉപേക്ഷിച്ചതാണോ എൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്? മതം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ കൃഷ്ണനെ വരയ്ക്കുന്നത് എൻ്റെ ജോലി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയതും കാര്യങ്ങളൊക്കെ അത് ഹൈക്കോടതി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റമ്പലങ്ങളിൽ പോകുന്നത് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ, ഞാനൊരു ഹൈന്ദവ സ്ത്രീ ആവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഹൈന്ദവ ആചാരങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹൈന്ദവ ആചാരങ്ങളിൽ എന്താ പറയുക, ഉൾക്കൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് ആരെയും നോക്കാനില്ല. ഇതുവരെ നോക്കാനുണ്ടായിരുന്നത് മാതാപിതാക്കളെയാണ്. ഞാനിപ്പോൾ അവരെ ഇനി നോക്കാൻ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോവുക. കാരണം എനിക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ ജീവിതം മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് മെഴുകുന്ന ആ ലെവലുണ്ടല്ലോ, കാമസുന്ദരി എന്നൊക്കെ കാനനീയ സുന്ദരി എന്നൊക്കെ എന്നെ വിശേഷിപ്പിച്ച ലെവല്, അവൾക്കുള്ള ഡെഡിക്കേറ്റഡ്. നിങ്ങൾ ആരെങ്കിലും അവളുടെ വീഡിയോ കാണാതിരിക്കില്ലല്ലോ, ഇതൊന്ന് അവൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവളുടെ കുറേ ലീലാവിലാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവളുടെ നാട്ടിലുള്ളൊരു പയ്യൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ അതിനൊരു മറുപടിയും കൊടുക്കാൻ പോയില്ലേ, കാരണം എനിക്ക് കേൾക്കണ്ട. കാരണം അത്ര നല്ല പുള്ളിയാണെങ്കിൽ അങ്ങനത്തെ സ്വഭാവം ഉള്ള ആൾക്കാരുടെ എന്താ പറയുക സൈഡ് നിന്ന് സംസാരിക്കൂല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ എങ്ങനെയോ ജീവിക്കുന്ന പെണ്ണായിക്കോട്ടെ, പക്ഷെ അവളൊരു പെണ്ണാണ് എന്നെങ്കിലും ചിന്തിക്കുക. ഞാൻ ഒറ്റക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഒറ്റക്ക് വെട്ടി വന്ന ആൾ തന്നെ പറയാം. എനിക്ക് കൂട്ടായിട്ട് ആരും ഉണ്ടായിട്ടില്ല, സമൂഹം ഉണ്ടായിട്ടില്ല. പിന്നെ പലരും പറയുന്നത് എന്നെ കുറേ സംഖ്യകൾ താങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു സംഖ്യകൾ താങ്ങിയിട്ടില്ല. സഞ്ചി താങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സംഖ്യ താങ്ങിയിട്ടില്ല. സുരേഷ് ഗോപി PM-നെ കാണാനുള്ളൊരു അവസരം റെഡിയാക്കി തന്നതോടുകൂടെ ഞാൻ സംഗിണിയായി. എങ്ങനെയാണ് അതാവുക? ഞാൻ ഒരിക്കലും സംഖ്യയോ സംഗിണിയോ ഞാൻ അങ്ങനെ ഒരാളുമല്ല. ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഒരു സുരേഷ് ഗോപിയായിട്ടുള്ള സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം 9-10 വർഷമായി. ആ സൗഹൃദത്തിൻ്റെ പേരിൽ PM-നെ കണ്ടു. അതുകൊണ്ട് ഞാൻ സംഖ്യയാണെന്നോ എന്നെ ഈ സംഖ്യകൾ തൂക്കിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത്. എവിടെയാണ് അവരെന്നെ തൂക്കിക്കൊണ്ട് നടക്കുന്നത്? ഒക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാനിപ്പം ഒരു മുസ്ലിം ലീഗിൻ്റെയോ അല്ലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ ആരുടെയെങ്കിലും കൂടാൻ നടന്നാൽ അവരെന്നെ തൂക്കിക്കൊണ്ട് നടക്കുന്നതായി. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പിന്നെ പിഷാരികാവ് പോയപ്പം പറഞ്ഞ് കണ്ണനെ വിട്ട് പിഷാരികാവ് അമ്മേനെ പിടിച്ചു എന്ന് പറഞ്ഞു. പിഷാരികാവ് കഴിഞ്ഞ് ഞാൻ മുത്തപ്പൻകാവ് പോയ സമയത്ത് കണ്ണനെ വിട്ട് മുത്തപ്പനെ പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ സമൂഹമല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് അപ്പപ്പോൾ കാണുന്നവൻ അപ്പാന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കുത്തിരിന് വിളിക്കുക, എൻ്റെ നേരെ നോക്കി വിളിക്കരുത്. ഓക്കെ, ഏതായാലും നമ്മുടെ കാമലിയിലാടുന്ന ആ മാമൻ്റെ വോയിസും കൂടി ഒന്ന് കേൾക്കുക. നല്ല ഏജ്ഡാണ് ആൾ, വോയിസ് കേട്ടാൽ മനസ്സിലാവും. അഥവാ കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ നമ്പറിൻ്റെ മുകളിൽ ഞാൻ എന്തെങ്കിലും ഒരു സ്മൈലി കൊടുക്കും. ഇല്ലാച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം. ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ട്
ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും. കൂട്ടത്തിൽ ഈ കുറച്ച് ആൾക്കാരോട് പറയാനുള്ളത് കൊണ്ട് യൂട്യൂബിൽ അത് വിശദമായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാന്ന് കരുതി. കാമമാമൻ്റെ കാമലീലകളൊന്ന് കേട്ടു നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാര്യം എന്താന്ന് ആദ്യം പറയൂ, എന്നിട്ട് പറയാം വീടേടാന്ന്. കാര്യം എന്താണ്? കാര്യം തന്നെ ഒന്ന് കാണണം. എന്തിന്? എന്തിന്? എന്തിനാ കാണണേ അതറിയാൻ പാടില്ല. ഒരാണ് ഒരു പെണ്ണെ കാണുന്ന എന്തിനാന്നറിയാൻ പാടില്ലേ? ഒരാണ് ഒരു പെണ്ണിനെ കാണുന്നത് എന്തിനാണ്? പല കാര്യങ്ങളും ഉണ്ട്. അത് എന്ത് കാര്യമാണ്? കാര്യം പറഞ്ഞോളൂ. തന്റെ വീട് എവിടെയെന്ന് പറയാം, ഞാൻ പറയാം. പേരെന്നാടോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അപ്പൊ നീ ആരാടി പെണ്ണെ? ഇത് ചോദിക്കാൻ നീ ആരാ? നീ ആരാ ഇത് എന്നോട് ചോദിക്കാൻ? നീ ആ മെസ്സേജ് ചെയ്തേച്ച് അവൻ കിടന്ന് ഉറങ്ങാനുണ്ടോ, അതുകൊണ്ട് കൊടുക്കുമല്ലോ എന്നറിയാൻ വേണ്ടി വിളിച്ചാടി. മനസ്സിലായില്ല. എന്താ പറഞ്ഞ? ഒന്നുകൂടി പറ. നിന്റെ പേരെന്ന് പറഞ്ഞേരി പെണ്ണെ. എടാ കള്ളക്കടവാ, നീ സംസാരിക്കുന്ന നിന്റെ നമ്പർ സഹിതം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ ഇത് കാണുമ്പോ നിന്റെ കയപ്പങ്ങ് മാറിക്കോളും. അത് ശരി കേട്ടോ കള്ളക്കടവ. എനിക്ക് ഭാര്യയും മക്കളും ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കാരനാടി. ആയിക്കോട്ടെ, നിന്റെ നാട്ടിലുള്ള മാന്യതയുടെ മുഖമെങ്കിലും വെളിച്ചത്ത് ചാടുകല്ലോ. നമുക്ക് കാണാട്ടോ കള്ളക്കടവ. ഞാൻ നിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് പോടായിരുന്നു, എനിക്ക് നിന്റെ കാണണ്ടടാ. നിന്റെ തള്ളക്ക് ഉണ്ടല്ലോ, തള്ള ഇല്ലാതെ എനിക്ക് നിനക്ക്. നീ നിന്റെ തള്ളക്ക് കൊണ്ടുവച്ച് കാണിച്ചു കൊടുക്കട്ടോ. നിനക്കും തള്ളയില്ലാതെ